ഞങ്ങൾ നമ്മുടെ മഹാത്മ കന്നഡ ആർട്ടിഫിഷ്യലെ കൊണ്ടുവന്ന് അതിൽ നാച്ചുറലായിട്ട് ഫ്ലവറുകൾ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് ഇതിനു വേണ്ടി സെൽഫി എടുക്കാൻ വേണ്ടി ആൾക്കാരെ തിക്കും തിരക്കുവാണ്. ഇഷ്ടപ്പെട്ടെന്ന് പറ. കുഴപ്പമില്ല, വന്നേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് കാണാൻ, അത് നല്ലതാണ്. എല്ലാവർക്കും പിള്ളേർക്കൊക്കെ വന്ന് കാണാനും നോക്കാനും നല്ലതാണ്. കുഴപ്പമില്ല, നന്നായിട്ടിരിക്കുന്നുണ്ട്. വീടിൻ്റെ അടുത്താണ്, ഇതുവരെ വരാൻ പറ്റിയില്ല. അതുകൊണ്ട് എല്ലാവരും ആയിട്ട് ഫാമിലിയായിട്ട് ടൈം കിട്ടിയില്ല. ഇപ്പോഴാണ് ടൈം കിട്ടി, മൊത്തം കണ്ടിട്ടേ പോകത്തുള്ളൂ. നിങ്ങൾ ഇതുവരെ കാണാത്ത പൂക്കൾ കാണാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരോട് ഇനി നിങ്ങൾക്ക് കേരളത്തിൽ ഇത് ആസ്വദിക്കാം. നമ്മുടെ പത്തനാപുരത്ത് നടക്കുന്ന പുഷ്പോത്സവത്തിലേക്ക് വരൂ. കുടുംബസമേതം സെൽഫി എടുത്തും പൂക്കൾ കണ്ടും ആസ്വദിക്കൂ. നമ്മുടെ മഹാത്മ കന്നഡ ആർട്ടിഫിഷ്യലെ കൊണ്ടുവന്ന് അതിൽ നാച്ചുറലായിട്ട് ഫ്ലവറുകൾ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് ഇതിനു വേണ്ടി സെൽഫി എടുക്കാൻ വേണ്ടി ആൾക്കാരെ തിക്കും തിരക്കുവാണ്. ബാംഗ്ലൂർ, മൈസൂർ, പിന്നെ അതുപോലെ തന്നെ മുംബൈ എന്നുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇത് പ്രത്യേകം ക്രമീകരിച്ച് ഇതിനു വേണ്ടി ഷോയ്ക്ക് വേണ്ടി പ്രത്യേകം ക്രമീകരിച്ച് കൊണ്ടുവന്നേക്കാണ്. അത് ഈ സമയത്ത് അൺസീസണാണ് ഫ്ലവറിൻ്റെ. ആ സമയത്ത് നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ പൂക്കാത്ത ചെടികൾ വരെ ഇവിടെ പൂത്തു നിൽക്കുന്നത് കാണാം. ആയിരങ്ങൾ വിലയുള്ള പൂക്കൾ വരെ ഇക്കൂട്ടത്തിലുണ്ട്. കുട്ടികൾക്ക് ഉത്സവമാവുകയാണ് പുഷ്പോത്സവം. മണിക്കൂറുകൾ കഴിഞ്ഞാലും കണ്ടു തീരാത്ത വിധം വ്യത്യസ്ത പൂക്കളുടെ ലോകമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നോക്കിക്കേ, നിങ്ങളിത് നോക്കിക്കേ, എത്ര നിറഞ്ഞു നിൽക്കുന്ന പൂക്കളാണ് നമ്മുടെ ഈ ഒരു വലിയൊരു സംഭവം നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. 35,000 സ്ക്വയർ ഫീറ്റിലാണ് ഇത് ഒരുക്കിയത്. നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കേ, മൊത്തത്തിൽ കാണാൻ പറ്റും. അതായത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 1000-ൽ പരം വെറൈറ്റികളുമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പുഷ്പ വിരുന്നൊരുക്കിക്കൊണ്ട് ഈ ഓണക്കാലം അടിച്ചു പൊളിക്കാനും സെൽഫി എടുക്കാനും നിങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകാനുമായിട്ട് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതുപോലെ ഒരു ഫ്ലവർ ഷോ ഇവിടെ കേരളത്തിൽ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ വയനാട്ടിൽ പോകണം, അല്ലെങ്കിൽ എറണാകുളത്ത് പോകണം. ഇത് നിങ്ങളുടെ സ്വന്തം നാട്ടിൽ പത്തനാപുരത്ത് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ഇത്രയും വലിയൊരു ഫ്ലവർ ഷോ ആദ്യമായിട്ടാണ് ഈ തിരുവനന്തപുരം ജില്ല, കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഫ്ലവർ ഷോ ഇവിടെ വന്നിരിക്കുന്നത്. 35,000 സ്ക്വയർ ഫീറ്റിലൊരുക്കിയ ഭീമൻ പുഷ്പോത്സവം നാടിന് ആഘോഷമാണ്. ഇതോടൊപ്പം ആമസോൺ കാട്, അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നിവയും കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബത്തിന് ഏറെ ആസ്വാദ്യത നൽകുന്നു. ഫുഡ് പാർക്ക്, സ്റ്റാളുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടിയുടെ നാടൻപാട്ട് 18 വ്യാഴം വൈകിട്ട് നടക്കും. ഒട്ടേറെ മറ്റു പ്രഗത്ഭ കലാകാരന്മാരുടെ വിവിധ പരിപാടികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെല്ലാവരെയും ഇങ്ങോട്ട് പത്തനാപുരത്തിൻ്റെ മണ്ണിലേക്ക്, അതായത് ഈ പൂക്കളുടെ വസന്തം വിരിയിച്ചുകൊണ്ട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. എല്ലാവരെയും മണ്ണിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ 10,000-ൽ പരം വ്യത്യസ്തങ്ങളുള്ള ഫ്ലവർ ഷോ വിരുന്ന് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വരുന്ന 18-ാം തീയതി നമ്മുടെ പ്രസിദ്ധ ചാലക്കുടി, അതായത് നാടൻപാട്ടിൻ്റെ രാജകുമാരി എന്നറിയപ്പെടുന്ന പ്രസിദ്ധ നമ്മുടെ ഈ മണ്ണിലേക്ക് വരികയാണ്. അപ്പം നിങ്ങളെല്ലാവരെയും അവരുടെ പ്രോഗ്രാം കാണാനും കൂടി സ്വാഗതം ചെയ്യുകയാണ്. പിന്നീടുള്ള ദിവസങ്ങളിലേക്ക് ഒരുപാട് കലാകാരന്മാർ അണിനിരന്നുള്ള സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഫ്ലവർ ഷോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകുകയില്ല, അത് ഞാൻ ഗ്യാരണ്ടി.